വിജയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ സാധനം വാങ്ങിയത്, വിച്ച് മീൻസ് ദാറ്റ് വിജയ് ഇസ് എ സപ്ലയർ. വിജയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ സാധനം വാങ്ങിയത്, വിച്ച് മീൻസ് ദാറ്റ് വിജയ് ഇസ് എ സപ്ലയർ. വിജയ് ഇസ് എ സപ്ലയർ. വിജയ് ഇസ് എ പേഴ്സൺ ഹു സപ്ലൈഡ് ഗുഡ്സ് ടു അവർ കമ്പനി. സോ വിജയ് ഇസ് എ സപ്ലയർ. വിജയ് ഇസ് എ സപ്ലയർ ആയതുകൊണ്ട് നമ്മള് റൂൾ ആലോചിക്കുക. പേഴ്സണൽ അക്കൗണ്ട് നോക്കാം. Personal account rule is personal account debit the receiver and credit the giver. Okay, debit the receiver and credit the giver. അപ്പൊ വിജയാണ് സപ്ലയർ, വിജയാണ് നമുക്ക് പൈസ തന്ന ആള്, ഐ മീൻ ഗുഡ്സ് തന്ന ആള്. സോ വിജയിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഗുഡ്സ് നമുക്ക് തന്ന ആള് വിജയാണ്. വിജയ് ഇസ് എ പേഴ്സൺ, വിജയ് ഇസ് എ ഗീവർ. സോ ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദി ഗീവർ. ദാറ്റ് ഇസ് വൈ വിജയിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, സിമ്പിൾ. Narration, it is very important. Okay, narration ഇവിടെ ഇതില്ല. Being വെച്ചിട്ടാണ് നമ്മൾ നരേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ബീയിങ് ക്രെഡിറ്റ്, ബീയിങ് ക്രെഡിറ്റ് പർച്ചേസ്. Next is sold goods. ശ്രദ്ധിക്കാം. സോൾഡ് ഗുഡ്സ് വേറൊന്നും മെൻഷൻ ചെയ്തിട്ട് വെറുതെ സോൾഡ് ഗുഡ്സ് എന്ന് വെച്ചാൽ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സോൾഡ് ഗുഡ്സ് പേഴ്സന്റെ പേരൊന്നും ഇതില്ല. ഇപ്പൊ സോൾഡ് ഗുഡ്സ് ടു വിജയ് എന്നാണെങ്കിൽ then it is a credit transaction. വെറുതെ സോൾഡ് ഗുഡ്സ് എന്ന് എഴുതാണെങ്കിൽ so merely in the question merely it is written sold goods, which means that it is a cash sales. So cash came inside cash account. Debit കൊടുത്തു നമ്മള് to sales account. Sales account it's a nominal account. Sales account is a nominal account. So nominal account in the rule is debit all expenses and losses and credit all incomes and gains. Sale is an income. So സെയിൽസിനെ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ്. സെയിൽസിനെ നമ്മൾ ക്രെഡിറ്റ് കൊടുത്തു. 4,800. വർക്ക് ചെയ്യുന്നില്ല. നരേഷൻ ഒക്കെ എഴുതുക. ഇപ്പൊ ടൈമില്ല നരേഷൻ എഴുതാനായിട്ട്. അപ്പൊ ഞാൻ വേഗം എഴുതാം ഓരോന്നോരോന്നായിട്ട്. ജസ്റ്റ് എക്സ്പ്ലെയിൻ. പെയ്ഡ് റെന്റ് ഇസ് ആൻ എക്സ്പെൻസ്. പെയ്ഡ് റെന്റ് അഞ്ചാമത്തെ ഫോർത്ത് ട്രാൻസാക്ഷൻ. ഓക്കെ, പെയ്ഡ് റെന്റ്, rent account, debit to cash. Rent account, debit to cash. Okay. $3,000. So here also rent account, debit to cash, which means that rent is an expense. Expense ആണ് rent. Rent is an expense. Nominal account ആണ്. Debit all expenses and losses and credit all incomes and gains. That is a rule. അപ്പം ഡെബിറ്റ് ചെയ്യുക. എക്സ്പെൻസസിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുക. എക്സ്പെൻസസിന് യു ഹാവ് ടു ഡെബിറ്റ്. അതുകൊണ്ടാണ് റെന്റ് നമ്മൾ ഡെബിറ്റ് ചെയ്തത്. ആൻഡ് ക്യാഷ് അക്കൗണ്ട് ഇസ് എ റിയൽ അക്കൗണ്ട്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസ്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ക്രെഡിറ്റ് പോയി ക്യാഷ് പോയി. സോ ക്രെഡിറ്റ് ചെയ്തു ക്യാഷിന്. അതല്ലെങ്കിൽ ക്യാഷ് ഡിക്രീസ് ആയി എന്ന് വെച്ചാൽ വിച്ച് മീൻസ് ദാറ്റ് യുവർ അസറ്റ് ഇസ് ഡിക്രീസ്. സോ ക്രെഡിറ്റ്. ഓക്കെ. Then the next transaction is next hour. Also you have next hour, no? That's only 11. Okay. Sold goods to Arun. That is the transaction. Sold goods to Arun aanu. So Arun account debit to sales. Arun account debit. ഒരു ഡെബിറ്റ് ഒക്കെ ഉണ്ട്. Okay, Arun account debit
സെയിൽസ്. സോ റിമെമ്പർ അരുൺ അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് ആണ് അവിടെ വരുന്നത്. So in this case, sold goods to Arun, which means അവിടെ cash transaction അല്ല. Sold goods to Arun എന്ന് വെച്ചാൽ cash, the word cash is not mentioned. So we assumed that it is a credit sales. It is a credit sale. Credit sale ആണെന്നാണ് നമ്മൾ assume ചെയ്യുന്നത്. So in case of credit sale, the same thing is happening. Sale നടത്തി കഴിഞ്ഞപ്പം your asset is decreased. After sales, your asset is decreased. Asset is decreased, which means that sales നമ്മൾ credit കൊടുക്കാം. Or else you can think that sales is a revenue. So it's a nominal account. Debit all expenses and losses and credit all incomes and gains. Okay. അതുകൊണ്ട് you can give sales നമുക്ക് credit കൊടുക്കാം. At the same time, Arun account, that's a personal account. Arun account is a personal account. Debit the receiver and credit the giver. Sale നടത്തി കഴിയുമ്പോൾ Arun ആണ് റിസീവ് ചെയ്യുന്നത്. Arun is the person who is receiving that good. Okay. Arun is the person who is receiving that good. So debit the receiver and credit the giver. Okay. Debit receiverനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു ആൻഡ് അപ്പൊ അതുകൊണ്ട് നമ്മൾ അരുണിനെ ഡെബിറ്റ് ചെയ്യുന്നു. $9,000 and $9,000. Okay. Seventh transaction is Arun returned goods. So see 9,000 നമ്മൾ സെയിൽ നടത്തിയിട്ടുണ്ട്. The sixth day, അതായത് March 6th we have sold some goods to Arun. We have sold some goods to Arun. A sales has taken place. Okay. അപ്പം 9,000 rupees-നുള്ള സെയിൽസ് ആണ് നടന്നത്. ആൻഡ് ഫ്രം ദാറ്റ് 450 rupees-നുള്ള ഗുഡ്സ് അരുൺ ഹാസ് റിട്ടേൺഡ്. അരുൺ റിട്ടേൺ ചെയ്തു. അപ്പം റിട്ടേൺ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് സോ ദ ഗുഡ്സ് ഇസ് റിട്ടേൺ, വിച്ച് മീൻസ് ദാറ്റ് അഗെയിൻ യുവർ ഗുഡ്സ് ഇസ് ഇൻക്രീസിംഗ്, റൈറ്റ്? ഇഫ് ഇറ്റ് ഇസ് റിട്ടേൺ ചെയ്യാന്ന് വെച്ചാൽ ലോജിക്കലി തിങ്ക് ചെയ്യാൻ പറഞ്ഞതാണ്. ഗുഡ്സ് റിട്ടേൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഗുഡ്സ് ഇറ്റ് ഇസ് റിട്ടേൺഡ്. റിട്ടേൺ ചെയ്യാന്ന് വെച്ചാൽ എന്താ? നിങ്ങളുടെ ഗുഡ്സ് ഇസ് ഇൻക്രീസ്ഡ്. റിട്ടേൺ ചെയ്യാന്ന് വെച്ചാൽ പിന്നെ ഗുഡ്സ് കൂടി. ഗുഡ്സ് കൂടുമ്പം നമ്മൾ എഴുതുന്നത് സെയിൽസ് റിട്ടേൺ. ടു അക്കൗണ്ട്സ് എഫക്ട് ചെയ്യുന്നത് സെയിൽസ് റിട്ടേണും പിന്നെ അരുൺ അക്കൗണ്ടും ആണ്. 2 accounts വരുന്നത്. അപ്പൊ ട്രാൻസാക്ഷൻ നമ്മൾ എഴുതുമ്പം ജേർണൽ എൻട്രി എഴുതുമ്പം സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റ്. ബിക്കോസ് സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സെയിൽസ് റിട്ടേൺ നടത്തി കഴിയുമ്പോൾ ആഫ്റ്റർ സെയിൽസ് റിട്ടേൺ യുവർ അസറ്റ് വിൽ ബി ഇൻക്രീസ്. കാരണം ആ പോയ സെയിൽ ചെയ്ത സാധനം വീണ്ടും വരും. ഇറ്റ് ഇസ് കമ്മിങ് again. I mean, it is returning. So the asset is coming again. Only എത്രയാണ് 450 rupees ഉള്ളതേ വരുന്നുള്ളൂ, but still it is increasing, right? So sales return നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, സെയിൽസ് റിട്ടേൺ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. പിന്നെ അരുണിനെ നമ്മൾ അരുണിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? Debit the receiver and credit the giver. അരുണാണ് നമുക്ക് തന്നത്. Arun is the person who returned. So Arun is the giver. Arun is the giver. സെയിൽസ് റിട്ടേൺ നടത്തുമ്പോൾ അരുൺ ഇസ് ദ ഗിവർ. ഓക്കെ, അപ്പൊ ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. എമൗണ്ട് ഇസ് 450. Amount is 450. I'll do one thing. I have the solution. ഇതിന്റെ സൊല്യൂഷൻ ഞാൻ എൻ്റെ കയ്യിലുണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് if there is any doubt you can ask at that time. ഒറ്റ മിനിറ്റ്, ഞാൻ ഒന്ന് നോക്കട്ടെ.